സംസ്ഥാന സർക്കാരിനോട് വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു ഗവർണറെ പെട്ടെന്ന് മാറ്റിയത് സംസ്ഥാന പെട്ടെന്നല്ല 5 വർഷം കഴിഞ്ഞിട്ടാണ്. നീ ഇത്ര മണ്ടനായി പോയല്ലോ. അത് ഞങ്ങൾക്ക് അറിയാം ആരാ മണ്ടനെന്ന്. ഇനിയിപ്പോ പുതിയ ഗവർണറെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. എന്റെ ഗുരുവായൂരപ്പ ഈ വരുന്നതാരാ? താൻ പത്രം ഒന്നും വായിക്കാറില്ല. ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ ഭരണം നടത്തുന്നത് പിണറായി വിജയൻ സർക്കാരാണ്. എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? ഗോവിന്ദന്റെ പാർട്ടിയാണ് ഭരണഘടനയെ കശാപ്പ് ചെയ്തത്. ഇവനേതാ? എന്റെ സുഹൃത്താണ്. ഇവൻ ആദ്യം പിടിച്ച് പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാതെ. ഗോവിന്ദൻ വിചാരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ പോയി വേറൊരു ഗവർണർ വന്നാൽ ഈ കള്ളത്തരമെല്ലാം ഇവിടെ നടത്താമെന്നാണ്. ചെറുതായിട്ട് ഏത് ഗവർണർ വന്നാലും ഗോവിന്ദന്റെ കള്ളത്തരങ്ങൾ, പിണറായി വിജയന്റെ കള്ളത്തരങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നില്ല. എന്റെ തൊപ്പി പോയി ഉറപ്പായി. അല്ല പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ തലയിടാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. കാരണന്മാരെ നമ്മളെ പഠിക്കാൻ പറ്റുന്നത് നന്നായിട്ട് പഠിക്കാനായിട്ടാണ്, അല്ലാണ്ട് ഉഴപ്പാനായിട്ടല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ബാഹ്യമായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുള്ള ഒരു സന്ദർഭമാണിത്. ഇരകളോടൊപ്പം ഓടുകയും അതേസമയം വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുക എന്ന സമീപനമാണ് ഇക്കാര്യത്തിൽ BJPക്കുള്ളത്. രാവിലെ ഞാൻ ഓരോരുത്തന്മാർ കെട്ടിയെടുത്തോളൂ. ഈ നിമിഷം വരെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ അതിക്രമത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ഞങ്ങള് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്, മുസ്ലിം മതന്യൂനപക്ഷത്തിന് ലഭിക്കുന്ന പരിഗണന ലഭിക്കണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയാണ്. വിശ്വാസമാകുന്നില്ലേ? മുസ്ലിം മതന്യൂനപക്ഷത്തിന് എന്തെല്ലാം പരിഗണനകളാണോ ലഭിക്കുന്നത് ആ പരിഗണന കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനും ലഭിക്കണം എന്ന ആത്മാർത്ഥമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ഞങ്ങൾ. പുതിയ ടെക്നിക്കാ. BJP ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. CPM എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും കടക്കൽ കത്തിവെച്ച് അവരുടെ സെൽ ഭരണം നടപ്പാക്കുകയാണ്. എന്നിട്ട് ആ ഗോവിന്ദ മാഷാണ് പറയുന്നത് ജനാധിപത്യം കശാപ്പ് ചെയ്തു, ഭരണഘടനയെ കശാപ്പ് ചെയ്തു. പറ്റിപ്പോയി അണ്ണാ, എന്തൊക്കെയായാലും നമ്മൾ ഒരേ വർഗമല്ലേ. കണ്ടോ അണ്ണന്റെ ഒരു വർഗബോധം. കള്ളൻ. സംസ്ഥാന സർക്കാരിനോട് വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു ഗവർണറെ പെട്ടെന്ന് മാറ്റിയത് സംസ്ഥാന പെട്ടെന്നല്ല 5 വർഷം കഴിഞ്ഞിട്ടാണ്. ഇനിയിപ്പോ പുതിയ ഗവർണറെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ശരി അങ്ങനെ ചോദിക്കേ ശിവാനന്ദ ഇവിടെ കുത്തിരിക്കാൻ പറഞ്ഞുതരാം.